ബ്രേക്ക് ഒക്കെ ഇടയ്ക്കിടെ ചെക്ക് ചെയ്യണേ ചേട്ടാ. ഏറ്റവും മക്കള് നല്ല ഉഷാറായിട്ട് നടപ്പുണ്ടായിരുന്നു. എനിക്ക് മക്കളിലല്ലേന്ന് അങ്ങനെ പൊട്ടിച്ചു പൊട്ടിച്ചയക്കണത്. നിങ്ങൾ ആരും ഇതുവരെ എന്റെ കൂടെ യാത്ര ചെയ്തിട്ടില്ലല്ലോ. എപ്പ യാത്ര ഈ ഡയമണ്ട് ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു ഗ്ലാസ് ബ്രിഡ്ജ് കൂടിയാണ്. ഇതേ കണ്ടോ, ഇവിടുന്ന് ഒരു ഗ്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ജോർജിയൻ പര്യടനത്തിന് വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ താഴെ ഹോട്ടലിന്റെ അടുത്ത് രണ്ടുപേര്, അതായത് ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച ആളാ ആദിൽ ആൻഡ് അഖിൽ, രണ്ടുപേരും മെഡിക്കൽ സ്റ്റുഡൻസ് ആണ്. രാവിലെ തന്നെ ഉറക്കത്തെ എഴുന്നേറ്റിട്ട് പാഞ്ഞു വരുന്നതാണ്. അല്ല ഈ സമയത്ത് എഴുന്നേക്കോ? ഈ സമയത്ത് എത്ര മണിക്കാണ് ക്ലാസ് തുടക്കം? ക്ലാസ് 9 മണിക്ക്. അപ്പൊ ഇവരെ കണ്ടിട്ടാണ് ഇന്നത്തെ തുടക്കം. ഇന്ന് എങ്ങോട്ട് പോകണം എന്നുള്ളതിന് വലിയ പിക്ചറൊന്നുമില്ല. ഞങ്ങളിങ്ങനെ വണ്ടി എടുത്തിട്ട് ഒരേ പോക്ക പോവാ. അപ്പൊ ഇന്നലെ ഗുദൗറി പോയി, ഇന്ന് ഒരു ഡയമണ്ട് ബ്രിഡ്ജ് എന്ന് പറഞ്ഞൊരു സ്ഥലം, അത് നല്ലതാണെന്ന് ഇവരും പറയുന്നു. പോയി നോക്കാം. അപ്പോൾ മെഡിക്കൽ അഡ്മിഷനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചോട്ടോ, ഞാൻ കണക്ട് ചെയ്ത് തരാം. കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് ഇവർ ചെയ്തു തരുന്നുള്ളത് പറയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറേ സംഭവങ്ങൾ സ്കാമൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നു. നമുക്ക് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള സ്ഥലത്തെത്തിക്കാമെന്ന് പറയുന്നുണ്ട്. ഈ സ്ഥലത്തുനിന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ വലിയ രസമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് ഫോട്ടോ എടുത്ത ശേഷം അതേ സ്ഥലത്ത് നിന്നിട്ട് നാണല്ലാണ്ട് ഫോട്ടോ എടുക്കണം. അക്ഷയുടെ ഫോട്ടോ എടുത്തപ്പോൾ നല്ല ഭംഗി തോന്നിയോണ്ടാണ് ഫുൾ നെഗറ്റീവ് അടിച്ച്. നിങ്ങളുടെ ഇത്ര ഭംഗി ഉണ്ടാവില്ല എന്തുകൊണ്ട് അറിയോ? കളർഫുൾ അക്ഷയ് ഈ റെഡ് ഇത് ഞാൻ പറഞ്ഞതാണ്. പറയൂ അതായത് ഞങ്ങളൊരു ഫോട്ടോ സ്പോട്ട് കാണിച്ചു കൊടുത്ത് അത് ഹിറ്റായത് കണ്ടപ്പോഴേക്ക് അവിടെ വന്നിരുന്നിട്ട് മെയിൻ ആവുന്നു. നിറയെ ഓറഞ്ച് ഉണ്ടായിട്ട് താഴെ വെറുതെ വീണ് പോകുന്നൊരു മരം കണ്ടോ അവിടെ. ഞങ്ങൾ ഇന്നത്തെ യാത്ര പുറപ്പെടാൻ റെഡി ആകുമ്പോൾ ഹോട്ടലിന്റെ പുറത്തുള്ള കാഴ്ച. ഫാരിസ് സാർ ബിസിയാണ്, എന്തോ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും അവന്റെ സ്വഭാവം അറിയണ്ട. ഇത്ര നേരം ചാളപ്പിടിയായിട്ട് വന്നോണ്ടിരുന്നവൻ പെട്ടെന്ന് ആറ്റിറ്റ്യൂഡ് മാറ്റി. നിങ്ങൾക്കൊക്കെ കുറച്ചെങ്കിലും നാളുണ്ടാവും. ഞങ്ങൾ ഇവിടെ ഫോട്ടോ എടുക്കാൻ വന്നപ്പോ ഇയാൾ ആദ്യം പറഞ്ഞു ഭയങ്കര മോശം സ്ഥലമാണ്, ലുക്കിൽ. നോ, നിങ്ങളാ പറഞ്ഞത് ബാക്കിൽ ആസ്പെറ്റോസ് ആണ്, ഇതാണ് പറഞ്ഞത്. ഇത് ഞാനാണ് ആ സ്ഥലം പറഞ്ഞിട്ട് വന്നത്. ഇപ്പൊ എല്ലാവർക്കും അവിടുന്ന് ഫോട്ടോ എടുക്കണം. നിങ്ങളും എടുത്തോ? ഞങ്ങൾ കാണിച്ചു സ്ഥലം നിങ്ങൾക്കും എടുത്തോ? ഇത് ഈ സ്ഥലത്തുനിന്ന് ഫോട്ടോ എടുത്താൽ ലോക്കലായിരിക്കും എന്നാ പറഞ്ഞോണ്ടിരുന്നത്. അല്ല, രാവിലെ 8 മണിക്ക് വരാൻ പറഞ്ഞ ആള് ഉച്ചക്ക് 11 മണിയാകുമ്പോഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. നിങ്ങൾ ആരും ഇതുവരെ എന്റെ കൂടെ യാത്ര ചെയ്തിട്ടില്ലല്ലോ. എപ്പ യാത്ര ഞങ്ങളെ ഇവിടുന്ന് ഒച്ചപ്പാടാക്കി കേട്ടിട്ട് മേലെ നിന്നൊക്കെ ആൾക്കാർ വന്ന് നോക്കണു. ഞങ്ങൾ പോകുന്ന വഴിയിൽ ഒരു സ്ഥലത്ത് നിർത്തിയതാ. അപ്പൊ നോക്കിയേ, അവിടെ ഈ ജോർജിയൻ ബ്രെഡ് ഫേമസ് ആണ്. ഈ സാധനം കഴിക്കാൻ വെച്ചിട്ടാ വേണ്ട. ഈ സാധനം ഞങ്ങളൊരു പായ പോലത്തെ സാധനം വാങ്ങിയിട്ടുണ്ട്. വാ, അങ്ങനെ തന്നെ കഴിക്കാം. അങ്ങനെ പൊട്ടിച്ചൊട്ടിച്ച് കഴിക്കണത് കഴിക്കുവാ. ഇല്ല, കഴിച്ചു. ഇതാ സാധനം. ഇതിന്റെ കൂട്ടത്തില് ചീസൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഇത് സ്റ്റഫ് ചെയ്തിട്ടുള്ള കുറെ ടൈപ്പ് സാധനങ്ങളുണ്ട്. നല്ല ടേസ്റ്റാ. വെറുതെ ഒരു ഉപ്പുണ്ടാവും, പിന്നെ ഒരു മൈദ, നമ്മുടെ കുബൂസൊക്കെ കഴിക്കുന്ന പോലെ. പോയി ഒരു മലയുടെ മുകളിലെത്തി. അങ്ങ് ദൂരെ ഐസുള്ള മലകൾ കാണാം. ഡയമണ്ട് ബ്രിഡ്ജ് കാണാൻ വേണ്ടി പോവാണ്. അപ്പൊ പോകുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹിൽ ഏരിയ ആണ്. അധികം വാഹനങ്ങളൊന്നും ഇല്ലാത്ത വഴി, നൈസായിട്ടുള്ള സ്ഥലം. ഒരു കുന്നും പുറത്തു കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം. കുറച്ച് പച്ചപ്പായിരുന്നെങ്കിൽ മറ്റേ വിൻഡോസിന്റെ ബാക്ക്ഗ്രൗണ്ട് പോലെ ആയിരുന്നു. ഇതാണ് ഇവിടുത്തെ ഡയമണ്ട് ബ്രിഡ്ജ്. ഒരു ഡയമണ്ട് ഷേപ്പ് ഉണ്ട് ആ ബ്രിഡ്ജിന്റെ നടുവിൽ. അതുകൊണ്ടാണ് ഇതിനെ ഡയമണ്ട് ബ്രിഡ്ജ് എന്ന് അറിയപ്പെടുന്നത്. അവിടുന്ന് താഴേക്ക് നല്ലൊരു ഗർത്താണെന്ന് തോന്നുന്നു. കാസ്ലാൻഡ്. ലാസ്റ്റ് ടൈം ജോർജിയ വന്നപ്പോൾ വിസിറ്റ് ചെയ്തിട്ടില്ലാത്തൊരു സ്ഥലത്ത് വന്നേക്കാണ്. ഡയമണ്ട് ബ്രിഡ്ജ് ബാക്കിൽ കണ്ടോ? ഇതാണ് സംഭവം. ഇനി ഇതിന്റെ ഒറിജിനൽ കാഴ്ച മുന്നിൽ ഞാൻ കാണിച്ചു തരാം. അങ്ങോട്ട് പോകാൻ 79 ലാറിയാണ് പെർ പേഴ്സൺ ചാർജ്. ടിക്കറ്റ് എടുക്കുകയാണ് ഇപ്പോൾ. ആ 79 മാത്രമുള്ള കാഴ്ച ഉണ്ടോ എന്ന് കണ്ടറിയാം. താങ്ക് യു. ഞങ്ങൾ ആ ഡയമണ്ട് ബ്രിഡ്ജിലേക്ക് കയറാൻ പോവാണ്. ഈ ഡയമണ്ട് ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു ഗ്ലാസ് ബ്രിഡ്ജ് കൂടിയാണ്. ഇതേ കണ്ടോ, ഇവിടുന്ന് ഒരു ഗ്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങോട്ട് ഭയങ്കര ആഴത്തിലാട്ടോ, നല്ല ആഴത്തില. ഈ വിഷ്വലിൽ എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടെന്ന് അറിയില്ല. ഈശ്വര, ഇതൊരു സംഭവമാണ് കേട്ടോ. ഒരു വർത്ത് എക്സ്പീരിയൻസ് ആണ് ഡയമണ്ട് ബ്രിഡ്ജ് ഒരു വർത്ത് എക്സ്പീരിയൻസ് ആണ്. നോക്കിയേ, ഇവർക്കൊരു പേടിയില്ല കേട്ടോ. താഴേക്ക് നോക്കിയാ വൻ കാഴ്ചയാണ് ഇവിടുന്ന്. നിനക്കൊരു പേടിയില്ല, നീ സൂപ്പറാ. അങ്ങോട്ടും നല്ല രസമുണ്ട് കാണാൻ.
79 ആർക്കുള്ള എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ. വർത്ത് എക്സ്പീരിയൻസ് ആണ് ഈ ഡയമണ്ട് ബ്രിഡ്ജ്. സൂപ്പർ ആയിട്ടുണ്ട്. അപ്പുറത്തും ഇപ്പുറത്തും വലിയ ഗർത്തം. ആ ഓടിവാ താഴെ നോക്കിയേ, ഇവിടെ താഴെ നോക്കിയേ. ഞാൻ താഴേക്ക് നോക്കുന്നില്ല, എനിക്ക് വയ്യ താഴേക്ക് നോക്കാൻ. ഇത് നല്ല ഒരു പേടിപ്പിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആട്ടോ. അതിന്റെ മുകളിൽ ഗ്ലാസ് ബ്രിഡ്ജ് സംഭവമാണ്. എന്റെ മോനെ, ഇവിടുന്ന് താഴേക്കൊരു കാഴ്ചയുണ്ട്. ഓ മൈ ഗോഡ്, ഒരു സംഭവമാണിത്. അയ്യോ എനിക്ക് അമ്മോ, അതൊരു സംഭവം തന്നെയല്ലേ. നടക്ക്. നിങ്ങൾ ആക്ച്വലി പേടിച്ചിട്ടല്ലേ വന്നത്? നിങ്ങൾ താഴേക്ക് നോക്കിയില്ലല്ലോ, നിങ്ങൾ താഴേക്ക് നോക്കിയിട്ട് പോലില്ലല്ലോ. ഞാൻ നിങ്ങൾ വരുന്ന വരെ കണ്ടത്. അവള് വളരെ കൂളായിട്ട് താഴേക്കൊക്കെ നോക്കിയിട്ട് നടന്നു വരുന്നുണ്ട് കേട്ടോ. പിള്ളേർക്കും ഇവൾക്കും പേടിയൊന്നുമില്ല. നോക്ക് നല്ല പേടിയുണ്ട്. എനിക്ക് ഭയങ്കര പേടിയായി. ആ നീ താഴേക്ക് നോക്കിയില്ലല്ലോ. ഭീകരി. സുഹൈല, നിനക്ക് താഴേക്ക് നോക്കിയിട്ട് വരാൻ ധൈര്യം ഉണ്ടായിരുന്നോ? എനിക്ക് തല ഇറങ്ങുന്നുണ്ടായിരുന്നു. ഓ, ഇവിടുന്നുള്ള കാഴ്ച നോക്ക്. കെട്ടിയോന്റെ വരവ് കാണുന്ന തന്നെയായിരുന്നു. കീ കൊടുത്തു വിട്ട യന്ത്രം വന്നപോലെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടില്ല. നീ ധൈര്യശാലി തന്നെ. ഇത്രയും ആൾക്കാർ ഒറ്റക്ക് നടക്കുമ്പോ ഞാൻ നടന്നില്ല, മോശമല്ല. ഇതിന്റെ മിഡിലൊരു ഡയമണ്ട് ഷേപ്പുള്ള ഒരു സംഭവമാണ്. അവിടെ ഒരു കോഫി ഷോപ്പൊക്കെ ഉണ്ട്. അവിടുന്ന് താഴേക്ക് വീണ്ടും ഒരു സൂപ്പർ വിഷ്വൽ ഉണ്ട് എന്നാ പറഞ്ഞത്. അത് കാണാൻ പോവാ. ഗ്ലാസ്സാ ഫുള്ള്. ഇത് ഷുവർ ആയിട്ട് ഒരു കിടലൻ സംഭവം കേട്ടോ. ഈ ഡയമണ്ട് ഷേപ്പുള്ള സ്ഥലം എന്ന് പറയുന്നത് ഹാങ്ങിങ് ആയിട്ടാണ് ഉള്ളത്. അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള ആ ഒരു തൂക്കുപാലത്തിന്റെ കൂടെ ഹാങ്ങിങ് ആയിട്ടാണ് ഉള്ളത്. നോക്കിയേ, അവിടെ നിന്ന് ഇങ്ങനെ വരിക. എടാ, നിന്നെ കാണുമ്പോ എനിക്ക് പേടിയാവുന്നുണ്ട്. ഓ മൈ ഗോഡ്, സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഈ ഒരു ഡയമണ്ട് ഷേപ്പുള്ള ഏരിയ എന്ന് പറയുന്നത് ഹാങ്ങിങ് ആണ്. അപ്പുറത്തും ഇപ്പുറത്തുള്ള തൂക്കുപാലത്തിന്റെ കേബിളിന്റെ മുകളിൽ ഹാങ് ചെയ്ത് നിൽക്കുകയാണ് നമ്മള്. അവിടെ ഒരു റെസ്റ്റോറൻറ്റും ഈ ഒരു സെറ്റപ്പ്, ഒരു ബ്രേവ് കൺസ്ട്രക്ഷൻ തന്നെയാണ് ഇത് കേട്ടോ. റിയാസ്ക്കൊക്കെ ഇതൊന്നൊരു വിഷയമല്ല, നിങ്ങളെ കൂടെ ജീവിക്കുന്നില്ല കുറെ കൊല്ലായിട്ട്. അതുകൊണ്ട് പേടി എന്താണെന്ന് ഞാൻ മറന്നു. എന്താണ് പേടി സുഹൃത്തുക്കളെ? എന്താണ് ഭയം? അതാണ് പേടി. ഇത് ബാഹുബലിയിൽ ഡയലോഗ് ഉണ്ട്. ഇത് ധീരന്മാരെ എന്താണ് ഭയം? ഇത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ കാലിയാവുന്നുള്ളതാണ് ഭയം. അല്ലല്ല, പൊട്ടിയാലും പെട്ടെന്നൊന്നും താഴെ പോവില്ല. എവിടെല്ലോ കുടുങ്ങിയിട്ടേ പോകും. ഇവിടെ നിൽക്കുമ്പോ എവിടെയെങ്കിലും പിടിക്കാണ്ട് നിൽക്കാൻ ധൈര്യം കിട്ടുന്നില്ല. അതാണ് അടുത്ത പ്രത്യേകത. ഇവിടെ ഒരു കോഫി ഷോപ്പ് ഒക്കെ ഉണ്ട്. ഓൾമോസ്റ്റ് 300 മീറ്റർ, അതായത് എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ 280 മീറ്റർ ആണ് നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് താഴത്തെ നിരപ്പിലേക്കുള്ള നീളം, ആഴം. അത്രയധികം ആഴത്തിലായി ഇപ്പോൾ ഉള്ളത്. അല്ല, അത്രയധികം ഉയരത്തിലായി ഇപ്പോൾ ഉള്ളത്. വാക്കുകൾ തെറ്റിപ്പോകുന്നു താഴേക്ക് നോക്കിയിട്ട് മേലേക്ക് നോക്കുമ്പോ. ഇതുപോലത്തെ വടത്തിന്റെ മുകളിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ആ വടം ഇളകുന്നുണ്ടല്ലോ. ഇതേ താഴേക്കുള്ള കാഴ്ച കണ്ടോ? എന്റെ മോനെ, ഈ സംഭവം മൊത്തത്തിൽ ഇളകുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോ നിൽക്കുന്ന ഈ ഒരു ഡയമണ്ട് ഷേപ്പുള്ള റെസ്റ്റോറന്റ് അടക്കം ഇളകുന്നുണ്ട്. ആളുകൾ ഇങ്ങനെ നടക്കുമ്പോ ഈ വടം ഇളകും, അതിന്റെ കൂട്ടത്തിൽ ഈ സെറ്റപ്പ് മൊത്തത്തിൽ ഇളകും. ഇത് ഇളകുന്നുണ്ട്. എനിക്ക് അന്നേരം ടെൻഷൻ ആണ്. This will also move like this, right? Oh my god, it's all on the rope. Yes. Oh my god, you will not feel fear? No. Always. Great. Your name? Deme. Yeah. You from Georgia itself? Yeah. Oh great. Great. ധൈര്യം കൂടുതൽ കൂട്ടാൻ വേണ്ടിട്ട് ഈ സ്ഥലത്ത് നിന്ന് അവളൊരു കോഫിയും കുടിക്കുകയാണ്. അവനൊരു കച്ചവടമായി. ഇത് എയറിലാകുമ്പോ കാപ്പിക്ക് ടേസ്റ്റ് കൂടുമെന്ന് നോക്കേണ്ടത്. താഴേക്ക് നോക്കുന്നു, കോഫി കുടിക്കുന്നു. നിങ്ങൾ ശരിക്കും പേടിച്ച് തൊണ്ടറായിട്ടില്ല ഇതുവേലെന്ന്? അതായത് ഏറ്റവും മക്കള് നല്ല ഉഷാറായിട്ട് നടപ്പുണ്ടായിരുന്നു. മൂപ്പര് എനിക്ക് മക്കളല്ലേന്ന് മക്കൾക്ക് ബുദ്ധിയില്ലല്ലോ. മക്കള്
ഇതാ ബുദ്ധിയില്ലാന്ന് പറഞ്ഞതിന്റെ തീരുമാനമായില്ലേ? എന്റെ കോഫി ഞാൻ ആവശ്യമായിട്ട് കുടിക്കാം. സാരില്ല, കുടിച്ചോ. ഞങ്ങൾ അവിടുന്ന് പുറത്ത് വന്നു. ഇവിടെ നിന്നാണ് ഇതിന്റെ ഭീകരത ശരിക്കും മനസ്സിലാവുക. നോക്കിയേ എത്ര ആഴത്തിലാണ് നോക്കിയേ. 280 മീറ്റർ ഉയരത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. 280 മീറ്റർ, ഓൾമോസ്റ്റ് 300 മീറ്റർ ഉയരത്തിൽ. അവിടെ ഇങ്ങനെ ഹാങ് ആയിട്ട് കിടക്കുകയാണ് ഈ ഒരു ഡയമണ്ട് ബ്രിഡ്ജ്. ഈ വലിയ ഇരുമ്പിന്റെ റോപ്പിലാണ് ഞങ്ങളുടെ സുരക്ഷിതത്വം. അതിന്റെ മുകളിലാണ് ഈ സെറ്റപ്പ് മുഴുവൻ ആടി നിൽക്കുന്നത്. നോക്ക്, അങ്ങ് അപ്പുറത്തുനിന്ന് ഇങ്ങനെ വരുന്ന സംഭവമാണ്. അതിന്റെ മുകളിലാണ് ഇതൊക്കെ നിൽക്കുന്നത്. നമുക്ക് അപ്പുറം നടന്നിട്ട് അതൊരു സംഭവമായിരിക്കും കേട്ടോ. അതെ, അവരുടെ ജീവൻ പോലെ അതിന്റെ മുകളിൽ അവിടെ ഒരു വലിയ സ്വിംഗ് ഉണ്ട് കേട്ടോ. അതിന്റെ മുകളിലുള്ള ആൾക്കാരുടെ ജീവൻ പോലെ പോടാണെന്താ അതിന് താഴത്തേക്കുള്ള ആഴം നോക്ക അവര് നിക്കുന്നത്. എന്നാലും നമ്മുടെ നെഞ്ച് കത്തിപ്പോവും. ഈ ഡയമണ്ട് ബ്രിഡ്ജിന്റെ മേലെ നിന്ന് സൂം ചെയ്യുമ്പോൾ കിട്ടുന്ന കാഴ്ച കാണിച്ചു തരാം. നോക്കി, അങ്ങ് അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് ചെറുതായിട്ട്. അതാണ് ഇവിടുത്തെ അട്രാക്ഷൻ. ഇത് iPhone 15 Pro Maxന്റെ സൂമാണ്. അതാണ് ഇവിടുന്നുള്ള ഒരു കാഴ്ച. ഇത് കൂടാതെ ഈ സംഭവം കണ്ടോ, അവിടുന്ന് ഇങ്ങനെ ഒരു കേബിൾ ഇങ്ങനെ കിടപ്പുണ്ട്. അതിന്റെ മേലൂടെ സൈക്കിളെ ഒട്ടിയിട്ട് പോവാന്നുണ്ട്. അത് പോകുന്ന ആൾക്കാരുടെ ധൈര്യം ഒന്ന് ആലോചിക്കേണ്ടത് തന്നെയാണ്. ആക്ച്വലി ഇത് ഇവിടുന്ന് താഴേക്കുള്ള ഒരു വിഷയം ഞാൻ കാണിച്ചു തരാം. താഴെ ഒരു പാർക്ക് ഉണ്ട് കേട്ടോ. അവിടെ ആൾക്കാർ ഇരിക്കുന്നൊക്കെ ഉണ്ട് കണ്ടോ. ഓ മൈ ഗോഡ്, അങ്ങോട്ട് ഇങ്ങനെ പോവാം. അത്രയും താഴെ ഒരു പാർക്ക് ഉണ്ട് ഈ താഴത്തെ ഏരിയയില്. ഒരു പ്രത്യേക തരം ഫോട്ടോ എടുക്കാൻ പോവാണ്. എല്ലാവരും കപ്പിളായിട്ട് ഫേസ് ടു ഫേസ് നോക്കി നിർത്തിയിരുന്ന മൂപ്പര്. ഈശ്വര, ഇത് ചെറുതായിട്ട് കുലുക്കുന്നുണ്ടോ? ആ കുട്ടിയോട് ഓടല്ലാന്ന് പറ. മെല്ലപ്പോ. നമ്മൾ ഇത്ര നേരം തൂങ്ങിക്കിടന്ന സ്ഥലമാണ് നീ ആ കാണുന്നത്. അതിന്റെ ഉള്ളിലാണ് നമ്മൾ പോയത് കേട്ടോ. ഇതാണ് ഡയമണ്ട് ബ്രിഡ്ജ്. അതിന്റെ മുകളിലെ ആ ഒരു എക്സ്പീരിയൻസ് ഈസ് എക്സലന്റ്. ജോർജിയയിൽ വന്നു കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന ഒരു നല്ല ഐസ് സ്റ്റിക്ക് ആട്ടോ. ഇത് അടിപൊളിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള സാധനം. പല ഫ്ലേവറുകൾ ഒരുമിച്ച് ഒറ്റ സ്റ്റിക്കിൽ. ഇത് വേറെ ടൈപ്പ് ഐസ് സ്റ്റിക്ക്, വാട്ടർ മിലാൻ. അടിപൊളിയായിട്ടുണ്ട്. ഡയമണ്ട് ബ്രിഡ്ജിന്റെ ടിക്കറ്റിൽ തന്നെ നമ്മൾ അടുത്ത ഇവിടുത്തെ ഒരു അട്രാക്ഷൻ കാണാൻ വേണ്ടി പോവാണ്. ഇവർ വേറെ തന്നെ ഒരു വണ്ടിയിലാണ് കൊണ്ടുപോകാം. ഇച്ചിരി ദൂരമുള്ള ഏതൊരു സ്ഥലമാണ്. ഈ ഒരു ബ്രിഡ്ജും വേറെ അട്രാക്ഷൻ. അതിന്റെ മുകളിലൂടെ നടന്നിട്ട് നമുക്ക് താഴെ പോയി കാഴ്ചകൾ കാണാം. ഇവിടുന്ന് തുടങ്ങുന്നത് അല്ലല്ലോ, താഴേക്ക് പോകുന്നത്. ഇതുണ്ട്, അങ്ങ് താഴേക്ക് കണ്ടോ. നമ്മളെ റൂട്ട് മാറി, അപ്പൊ താഴേക്ക് ഇറങ്ങാണ്. നമ്മൾ മേലെ നിന്ന് കണ്ട ഡയമണ്ട് ബ്രിഡ്ജിന്റെ താഴെയുള്ള കാഴ്ചയിലേക്ക് പോവാണ്. അമ്മോ, ബ്രേക്ക് കാലം പോയാൽ നമ്മളങ്ങ് താഴെ ഉണ്ടാവും. ഓ എന്റെ ചേട്ടാ. ഞങ്ങളുടെ ഡ്രൈവർ സ്പൾബർ വളരെ ശ്രമകരമായ രീതിയിൽ വാഹനം ഓടിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഈ കാഴ്ചകളൊന്നും ഭയപ്പെടുന്നതായിരുന്നില്ല, പക്ഷെ ഞങ്ങൾക്ക് ഭയം ഉണ്ടാക്കുന്നതായിരുന്നു. ഓ എന്താ ചേട്ടാ, നോക്ക് പുള്ളി പോയ പോക്കൊക്കെ. ബ്രേക്കൊക്കെ ഇടയ്ക്കിടെ ചെക്ക് ചെയ്യണേ ചേട്ടാ. അത് ആ റോഡ് തീർന്നു, ഇനി ഗട്ടർ റോഡാണ്. താഴെ എത്തി ഓൾമോസ്റ്റ്. വാ, നമ്മുടെ ആ ഡയമണ്ട് ബ്രിഡ്ജിന്റെ വ്യൂ നോക്കിയാൽ പുള്ളി പറഞ്ഞ 20 മിനിറ്റ് ഗോ ആൻഡ് കം ബാക്ക്. 20 മിനിറ്റ് നോ കം ഐ ഗോ പുള്ളി പറഞ്ഞതാ. ഇപ്പൊ ഈ ഡയമണ്ട് ബ്രിഡ്ജുള്ള ഈ ഒരു പ്ലേസിന്റെ പേരാണ് കാസ്റ്റ്ലാൻഡ് എന്നുള്ളത് കേട്ടോ. ഇതാണ് ആ ഒരു ഡെസ്റ്റിനേഷൻ. ആൻഡ് ഡയമണ്ട് ബ്രിഡ്ജ് തൂങ്ങിക്കിടക്കുന്ന ആ ഒരു ലുക്ക് നോക്കിയേ, അടിപൊളിയായിട്ടുള്ളത്. ആ, ഇവിടുന്ന് താഴേക്കൊരു ഡേഞ്ചറസ് വേ തന്നെയാണ്. താഴെ വന്നു കഴിഞ്ഞാൽ ഒരു ബ്യൂട്ടിഫുൾ അരുവി ഉണ്ട് കണ്ടോ. അവിടെ നിന്ന് ഇനി അങ്ങോട്ടൊരു വാക്ക് വേ ഉണ്ട്. നേരെ ഡയമണ്ട് ബ്രിഡ്ജിന്റെ താഴെ തന്നെ നമ്മൾ എത്തും. നമ്മൾ ബ്രിഡ്ജിന്റെ മേലെ നിന്ന് താഴേക്ക് സൂം ചെയ്തപ്പോൾ കണ്ട ഒരു പാർക്കില്ലേ, അതാണ് ഈ നമ്മൾ പൊക്കോണ്ടിരിക്കുന്ന വഴി. യാ മോനെ, പലതായിട്ട് നൂല് പോലൊരു വാട്ടർഫാൾ കണ്ടോ. അതിന്റെ നേരെ മേലെ നോക്കിയേ, നമ്മളിത് അവിടെ നിന്നാണ് ഇപ്പൊ താഴേക്ക് വന്നത്. ഇതാണ് താഴെ വന്നാലുള്ള വ്യൂ. ആൻഡ് വെള്ളത്തിന്റെ ഒരു ഭംഗി നോക്കിയേ, ആ പായലൊക്കെ ഉള്ളതുകൊണ്ട് അത് പ്രത്യേക ലുക്ക്.
79 ലാറിയാണ് ഇക്കണ്ട എക്സ്പീരിയൻസിന് മൊത്തത്തിലുള്ള ടിക്കറ്റ് റേറ്റ്. അപ്പൊ ഈ ഡയമണ്ട് ബ്രിഡ്ജ് ജോർജിയയിൽ വരുന്ന ആളുകൾ മസ്റ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. 4-5 മണിക്കൂർ സ്പെൻഡ് ചെയ്യാനുള്ള സംഭവം ഇവിടെ ഉണ്ട് കേട്ടോ. എന്തായാലും അതൊരു വർത്ത് സംഭവമാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ കഴിഞ്ഞ തവണ ജോർജിയയിൽ വന്ന സമയത്ത് ഈ സ്ഥലം വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഏതാണ്ട് 2 മണിക്കൂർ ഡ്രൈവാണ് ട്രിബ്ലിസിന്ന് ഈ ഒരു സ്ഥലത്തേക്ക്. അപ്പോൾ അതെന്തായാലും വന്നു കഴിഞ്ഞാൽ മുതലാവും. അപ്പോൾ ഈ കാഴ്ചകളോടെ നമ്മുടെ ജോർജിയയിലെ ഈ ദിവസത്തെ വിശേഷം അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ചാനലിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ സ്പെഷ്യൽ താങ്ക്സ്. നാട്ടിലെ വീഡിയോസ് മാത്രമേ കാണുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റുകൾ കണ്ടു. അങ്ങനെ ചെയ്യല്ലേ, ഒരു യൂട്യൂബറുടെ ദീനരോധനാണ്. അപ്പോൾ കാണുക, നമ്മൾ ഓരോ സ്ഥലത്ത് യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ചെയ്യുന്ന വീഡിയോസൊക്കെ കാണുക, കമൻറ്റുകൾ ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക, സപ്പോർട്ട് ചെയ്യുക. നാട്ടിലായാലും ഇവിടെ ആയാലും എവിടെയായാലും നമ്മൾ തന്നെയല്ലേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരും മറന്നു പോകരുത്. 100K ഇവിടെ നിന്നെങ്കിലും എത്തിക്കാൻ പറ്റുമോ നോക്കട്ടെ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നൊരു കാര്യം, നമ്മുടെ വീഡിയോസ് പലതരത്തിൽ കാണുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ ഫാമിലി ആയിട്ട് വീട്ടിൽ സീരിയലൊക്കെ കാണുന്ന പോലെ ടി വിയിൽ കാസ്റ്റ് ചെയ്തിട്ട് കാണുന്നതൊക്കെ വീഡിയോ എനിക്ക് അയച്ചു തരാറുണ്ട്. പല ആൾക്കാരും കുട്ടികളൊക്കെ അത് നോക്കിയിരിക്കുന്ന കാണാറുണ്ട്. ഭയങ്കര സന്തോഷം തന്നാറുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് കാണാറുള്ളത്? ഫോണിലാണോ അല്ല ടി വിയിലാണോ? ഇത്രയും വലിയൊരു വീഡിയോ ഇത്രയും ദൂരം കണ്ടോ? കമൻറ്റ് ചെയ്യണേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും ലൈഫിലെ വളരെ റിസ്കി ആയിട്ടുള്ളൊരു യാത്രയ്ക്ക് ശേഷം സൈനിങ് ഓഫ് ഫ്രം കാസ്ലാൻഡ്. സോറി 2 പേര് വന്നിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഒന്നുകൂടി സൈൻ ഓഫ് പറയുന്നു. വീണ്ടും ഞങ്ങൾ കാസ്ലാൻഡിൽ നിന്നും വളരെ റിസ്കി ആയിട്ടുള്ള ഒരു യാത്രയ്ക്ക് ശേഷം സൈനിങ് ഓഫ്. ഒരു ടൈലന്റ് കൂടി. ഇന്നിപ്പോൾ ലാസ്റ്റ് ഞങ്ങള് മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റ് വന്നു. നമ്മുടെ ഖത്തറിൽ അടാർ തട്ടുകടയുടെ ഹാഫിസ് സജസ്റ്റ് ചെയ്തതാണ്. മൂപ്പരുടെ ഫ്രണ്ടിന്റെ ഷോപ്പാണ്. അൽബേക്ക് എന്ന് പറഞ്ഞൊരു ഷോപ്പ് കൂടി ഉണ്ട്. നല്ല ചിക്കൻ മന്തി മട്ടൻ മന്തിയൊക്കെ കഴിച്ചിട്ട് കട്ടൻ ചായയും കുടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ ഷോപ്പാണ്. താങ്ക് യു ബ്രോ. അപ്പോൾ ഗംഭീരം. ജോർജിയയിൽ വരുന്ന ആളുകൾക്ക് അറബിക് ഫുഡ് കഴിക്കണം, മന്തി കഴിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നേരെ ഇവിടെ വിസിറ്റ് ചെയ്തോളൂ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കാര്യം.